ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങൾ റൈസ് ഉണ്ടാക്കി നോക്കൂ. പാത്രം കാലിയാവുന്നത് അറിയുകയേയില്ല. ഇവിടെ ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ബേ ലീവ്സ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. 3/4 വേവായപ്പോൾ ചോറ് കോരിയെടുത്തു. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം. അതേ നെയ്യിലേക്ക് തന്നെ സവോളയും വറുത്ത് കോരിയെടുക്കാം. സവോള വറുക്കാൻ നേരം കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് വേവിച്ച ചിക്കൻ, ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ചിരകിയ മുട്ട. അതേ നെയ്യിലേക്ക് തന്നെ ഇഞ്ചി, പച്ചമുളക് ചേർക്കാം. ചെറുതായി അരിഞ്ഞ സവോളയും ചേർത്ത് കൊടുക്കാം. സവോളയുടെ കളറൊന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ ക്യാരറ്റും ബീൻസും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കളർ മാറ്റിയെടുക്കാം. കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനും ചിരകിയ മുട്ടയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷായ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.